Hello, welcome to my channel. ഇന്ന് വൈറ്റ് ഫോറസ്റ്റ് ഗനാഷ് കേക്കിൻ്റെ റെസിപ്പിയാണ്. കേക്കിന് ആവശ്യമായ ഫ്ലോർ അരിച്ചെടുക്കുക. ഒരു ക്ലീനായ ബൗളിന് മുകളിൽ ഒരു അരിപ്പ് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കാം. ഈ മെഷർമെൻറ്റ് 1 kg വെയിറ്റ് വരുന്ന കേക്കിനുള്ളതാണ്. ഒരു തവണ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിപ്പ മാറ്റിയതിന് ശേഷം വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം കേക്കിൻ്റെ ട്രേ റെഡിയാക്കാം. 7 ഇഞ്ചിൻ്റെ ട്രേ ആണ്. അതിലേക്ക് 2 ഡ്രോപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ ഷേപ്പിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കേക്ക് ടിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് മാറ്റി വെക്കാം. കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഓവൻ സെറ്റപ്പ് റെഡിയാക്കാം. ബിരിയാണി പോട്ടിട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് 10 മിനിറ്റ് ഫ്രീ ചെയ്യാം. ഇനി ക്ലീനായ ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാം. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ അത് സ്പീഡ് കൂട്ടി ഇട്ട് കൊടുത്തിട്ട് ഹൈ സ്പീഡ് വരെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട വൈറ്റ് കളറാണ് വരെ ബീറ്റ് ചെയ്യാം. ഇപ്പോൾ മുട്ട കളറൊക്കെ മാറി വൈറ്റ് കളറായി ക്രീം രൂപത്തിലായി വരുന്ന സമയത്ത് അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് പഞ്ചസാര ചേർത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർക്കുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഫ്ലോർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് ചെറു ചൂടുള്ള പാലും കൂടി കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് വെച്ചെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. 30 to 45 മിനിറ്റ് വേണ്ടി വരും കേക്ക് ബേക്കായി വരാൻ. ഈ കേക്ക് വെൽറ്റ് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് തണുക്കാനായി മാറ്റി വെക്കാം. കേക്ക് ബേക്കാവുന്ന ടൈമുണ്ട്. അതിലേക്കുള്ള ഗനാഷ് റെഡിയാക്കാം. ഡ്രൈ ആയ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി മാറ്റി വെക്കാം. 30 മിനിറ്റിന് ശേഷം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി കേക്ക് തണുത്തതിന് ശേഷം 3 ലെയറായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യാം. അതിനായി ഒരു ക്ലീനായ ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ഫ്രീസറിന് താഴെ വെച്ച് അതിൽ ഐസെല്ലാം വിട്ടതിന് ശേഷം നല്ല തണുപ്പോട് കൂടി ലൂസായ വിപ്പിംഗ് ക്രീമാണ് എടുക്കേണ്ടത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫ് പീക്കാണ് വരെ ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഐസിങ് ചെയ്യാം. കേക്ക് ഐസിങ് ചെയ്യാനായി കേക്ക് ബോർഡ് എടുത്ത് ടേൺ ടേബിളിന് മുകളിൽ വെച്ചതിന് ശേഷം അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ കേക്ക് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് വെൽറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ട് ചെയ്ത് തന്നെ വിപ്പിംഗ് ക്രീം ചേർത്ത് ലെവൽ ചെയ്തെടുക്കാം. ക്രീം ലെവൽ ചെയ്തതിന് ശേഷം അതിലേക്ക് ഫസ്റ്റ് ലെയറിൽ ഫില്ലിംഗ് ആയി ചെറി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് കൊണ്ട് വെൽറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കട്ടിയിൽ ക്രീം ചേർത്ത് ലെവൽ ചെയ്തെടുക്കാം. കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തേക്കും. സെക്കൻഡ് ലെയറിൻ്റെ ഫില്ലിങ്ങിനായി വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയറും കൂടി വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് കൊണ്ട് വെൽറ്റ് ചെയ്യാം. ഇനി ക്രീം ഉപയോഗിച്ച് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് സെറ്റായി കിട്ടണ വരെ ഫ്രിഡ്ജിൽ വെക്കാം. 10 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫൈനൽ കോട്ടിങ്ങിനായി അതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് നല്ല കട്ടി തന്നെ ക്രീം ചേർത്ത് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. സ്ക്രാപ്പർ വെച്ചും സ്പാച്ചിൽ വെച്ചൊക്കെ മുകളും സൈഡുമായിട്ട് ലെവൽ ചെയ്തെടുക്കാം. കുറച്ചധികം ടൈം എടുക്കും ഇത് സൈഡും മുകളൊക്കെ ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടി. കേക്ക് ഫുള്ളായി ലെവൽ ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ സെറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഗനാഷ് കൊണ്ട് കേക്ക് ഫുള്ളായി കവർ ചെയ്തെടുക്കുക. ഇങ്ങനെ ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് കേക്ക് നല്ല തണുപ്പുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗനാഷ് ലൂസായി പോകും. അതുപോലെ ഗനാഷും അതിൻ്റെ ഡബിൾ ബോയിലിങ്ങിന് ശേഷം അത് തണുത്തിരിക്കണം. അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം കേക്കിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കേക്ക് ഗനാഷ് കൊണ്ട് കവർ ചെയ്തതിന് ശേഷം ഡെക്കറേഷനായി അതിൻ്റെ ബോർഡറിന് കുറച്ച് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. ലൈക്ക് ചെയ്യുക, കമൻറ്റ്